തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. യേശു തമ്പുരാൻ തന്റെ ഉയർപ്പിന് ശേഷം 3-ാം തവണ തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്ന സംഭവമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. തിബറിയോസ് കടലിന്റെ തീരത്ത് വിഫലമായ രാത്രിക്ക് മീതെ വിഷാദത്തിന്റെ കറുപ്പ് പടർന്ന 7 മുഖങ്ങൾക്ക് വിരുന്നൊരുക്കുന്ന യേശുവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന പത്രോസിന്റെ പരസ്യ പ്രസ്താവനയും അതിനോടുള്ള ശേഷം 6 പേരുടെ പിന്തുണയും വെളിവാക്കുന്നത് ഇനി നിന്നിട്ട് കാര്യമില്ല, ജീവിക്കണമെങ്കിൽ പഴയ പണിക്ക് പോകുന്നതാണ് നല്ലത് എന്ന ചിന്തയാണ്. പടകിന്റെയും പരൽമീനിന്റെയും ഗന്ധത്തിൽ നിന്ന് പ്രകാശത്തിന്റെയും പരിമളത്തിന്റെയും ശുശ്രൂഷയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് അവരെല്ലാവരും. എന്നാൽ നിയോഗങ്ങൾ ഉള്ളിൽ മരവിക്കുമ്പോൾ ഉള്ളിലെ പഴയ മനുഷ്യൻ പഴയ പല കാര്യങ്ങൾക്കും പ്രേരിപ്പിക്കും. എബ്രായർ 2:1 ഓർമ്മയിൽ വയ്ക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടത് ആവശ്യമാകുന്നു എന്നുള്ളതാണ് ആ വാക്യം. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ ഏലീശ കാളയെ വിട്ട് കാളയുടെ മരക്കോപ്പ് കൊണ്ട് ഇറച്ചി പാകം ചെയ്ത് ജനത്തിന് നൽകി. എന്നിട്ട് ഏലിയാവിന്റെ പിന്നാലെ ഓടി എന്ന് കാണുന്നു. ഏലീശ ചിന്തിക്കുന്നത്, ഇനി ആ കലപ്പ പാടില്ല, അതവിടെ ഇരുന്നാൽ പതറിപ്പോകുന്ന ഏതെങ്കിലും സമയത്ത് ഞാൻ പഴയ പണിക്ക് പോയേക്കാം. പതിവ് ആയുധങ്ങളിലേക്ക് മടങ്ങുവാൻ പാടില്ല എന്ന് ഏലീശായ്ക്ക് നിർബന്ധമുണ്ട്. അതായത് നാം ഇംഗ്ലീഷിൽ പറയാറില്ലേ, അവോയ്ഡ് ദ സിറ്റുവേഷൻസ്. പത്രോസിൽ ഈ പ്രാകൃത മനുഷ്യനും ക്രമീകൃത മനുഷ്യനും മാറി മാറി നിഴലിക്കുന്നുണ്ട്. അതായത് പത്രോസിന് ഒരു സ്ലിപ്പിംഗ് ക്യാരക്ടറാണ് ഉള്ളത്. ശീമോൻ ആകുമ്പോഴൊക്കെ അയാൾ പ്രാകൃത മനുഷ്യനാകുന്നുണ്ട്. ചിലപ്പോൾ അനിതര സാധാരണമായ സിദ്ധിവിശേഷത്തോടെ ക്രമീകൃത മനുഷ്യനായ പത്രോസ് ആകുന്നുമുണ്ട്. നമ്മിലെല്ലാം ഈ 2 സ്വഭാവങ്ങളും തെളിയാറുണ്ട്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നത് ഇവിടെ ഏറെ പ്രസക്തമായിരിക്കുന്നു. മുക്കുവ കൂട്ടം രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും കിഴക്ക് വെള്ള കീറുമ്പോൾ ശൂന്യമായ വലയും ഒട്ടിയ വയറുമായി പടകിൽ തളർന്നിരിക്കുന്നു. നീ എത്രമാത്രം മിടുക്കനായിരുന്നാലും യേശുവില്ലാത്ത ചില നേരങ്ങളുണ്ടാകുന്നത് കൊണ്ടാണ് ഏറെ അധ്വാനിച്ചിട്ടും എന്നിലെയും നിന്നിലെയും ശീമോന് ഒന്നും കിട്ടാതെ പോകുന്നത്. കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നത് ഉചിതമല്ല എന്ന കർത്താവിന്റെ പ്രസ്താവന നാം ഓർക്കുന്നത് നന്നായിരിക്കും. പ്രിയമുള്ളവരെ, വിശുദ്ധ മാമോദീസയിലൂടെ പുതിയ സൃഷ്ടിയായ നാം പഴയ മനുഷ്യന്റെ ജീവിതം നയിക്കുന്നത് ഒട്ടും തന്നെ ഉചിതമല്ല. പുതു സൃഷ്ടിയായി ജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.